ഹലോ, പി എ റഹ്മാൻ ആദർശേരി. തട്ട വിവാദത്തിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഇതിനെ ആളിക്കത്തിക്കാനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. ഒന്ന്, ഏതെങ്കിലും മുസ്ലിം മാനേജ്മെൻറ്റ് മറ്റും നടത്തുന്ന സ്കൂൾ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ പൊട്ടിട്ടത് വന്നതിൻ്റെ പേരിലോ ലോഹട്ട് വന്നതിൻ്റെ ഏതെങ്കിലും കുട്ടിയെ പുറത്താക്കിയിട്ടുണ്ടോ? എൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ കേരള സമൂഹത്തോട്, ഉത്ബുദ്ധരായ കേരള സമൂഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ കൂടെയുള്ള ജോർജ്, അദ്ദേഹം ഉപാസന ജംഷഡ്പൂരിൽ, ടാറ്റ ജംഷഡ്പൂരിൻ്റെ അടുത്തുള്ള ഉപാസന, അവിടെ ക്രിസ്തീയ പുരോഹിതരാവാൻ വേണ്ടി പഠിക്കുന്ന സ്ഥാപനമാണ്. അവിടെ 2014 ജനുവരി 17 ഞാൻ അവിടെ NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എൻ്റെ ട്രെയിനിങ് ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ഒരു യൂറോപ്യൻ ട്രെയിനറായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലുള്ള 12ഓളം പള്ളിയിലച്ചന്മാരുണ്ടായിരുന്നു. അതൊക്കെ വലിയ പോസ്റ്റിലുള്ള പള്ളിയിലച്ചന്മാരുണ്ടായിരുന്നു NLP പഠിക്കാൻ. അതോടൊപ്പം തന്നെ 3ഓളം ഹിന്ദു സന്യാസിമാരുണ്ടായിരുന്നു. പിന്നെ മറ്റു ജനറൽ മാനേജ്മെൻറ്റിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, ജനറൽ മാനേജേഴ്സ്, അങ്ങനെ CEO പ്രൊഫഷണൽസ് കൂടെ ഞാനും അവിടെ പങ്കെടുത്തു. പക്ഷെ മുസ്ലിമായിട്ട് ഞാൻ മാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഈ സന്ദർഭത്തിൽ ജോർജിന് ഓർമ്മ വരികയാണ്. അദ്ദേഹം എന്നോട്, റഹ്മാൻ, നീ ഒന്നും വിഷമിക്കേണ്ട, പേടിക്കണം, എനിക്ക് പ്രയർ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ ഫുഡൊക്കെ വളരെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ, എന്നോട് സംസാരിക്കൂ. ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു ഈ ജോലി. ഇദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു പക്ഷത്ത് ഇന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവമൊക്കെ വലിയ രീതിയിൽ നടക്കുന്നു പറയുന്നു. ഒരു പക്ഷത്ത് ഒരു കുട്ടി തട്ടയിട്ടതിൻ്റെ പേരിൽ സ്കൂൾ അങ്ങോട്ട് പൊളിഞ്ഞാടുമെന്ന് വാദിക്കുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ പിറകോട്ട് വലിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മുസ്ലിങ്ങളാണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ സാങ്കല്പികമായിട്ട് ഞാൻ പറയും, ഈ കേരളത്തിൽ മാത്രം എടുക്കുക, ഇന്ത്യ എടുക്കുന്നില്ല. കേരളത്തിലെ 90 ലക്ഷം മുസ്ലിങ്ങളുണ്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഇവിടെ മത്സരിക്കും? എന്തായിരിക്കും നിങ്ങളെ മോട്ടോ? എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമോഫോബിയ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഉയർത്തിക്കഴിയും? എന്ത് നേട്ടമാണ് നിങ്ങൾക്കുള്ളത്?